മമ്മൂട്ടിയുടെ ഡേറ്റിനായി നിർമ്മാതാക്കൾ മത്സരിക്കുന്ന സമയത്താണ് മെൽ ഗിബ്സണും ഡാനി ഗ്ലോവറും അഭിനയിച്ച ലെതൽ വെപ്പൺ എന്ന വിദേശ ചിത്രത്തിന്റെ വീഡിയോ കാസറ്റുമായി നവാഗതനായ സംഗീത് ശിവനും കഥാകാരൻ സാബ് ജോണും വരുന്നത്. മയക്കുമരുന്ന് വേട്ടക്കാരനായ ടോണി ലൂയിസ് എന്ന ഉശിരൻ പോലീസ് ഓഫീസറെയായിരുന്നു അവർ മമ്മൂട്ടിക്ക് നേരെ വെച്ച് നീട്ടിയത്. റീമേക്ക് എന്ന് കേട്ടതും അത് ശരിയാവില്ല, റീമേക്ക് ചിത്രങ്ങളോട് എനിക്ക് താല്പര്യം കുറവാണ് എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. തൊട്ടു മുൻപത്തെ വർഷത്തിൽ ദ ഡേ ഓഫ് ജാക്കൽ എന്ന ബ്രിട്ടീഷ് നോവലിന്റെ പകർപ്പായ ആഗസ്റ്റ് 1 വലിയ വിജയമായത് അവർ സൂചിപ്പിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, അത് എന്റെ താല്പര്യത്തിൽ ചെയ്തതല്ല, സ്വാമിയുടെ ഇഷ്ടം കൊണ്ട് ചെയ്തതാ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വേഷത്തിലേക്ക് സുരേഷിനെ നോക്കാവുന്നതാണ്. സുരേഷ് വില്ലൻ ഇമേജ് പൊളിച്ചു നിൽക്കുന്ന സമയമാണ്. ഞാനില്ലാത്ത കാരണത്താൽ ഈ പ്രോജക്റ്റ് മുടങ്ങരുത്, സംഗതി സക്സസ് ആവുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞായിരുന്നു മമ്മൂട്ടി അവരെ യാത്രയാക്കിയത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അവർ മമ്മൂട്ടിയുടെ നിർദ്ദേശം പരിഗണിച്ചെങ്കിലും നിർമ്മാതാക്കൾ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ മമ്മൂട്ടിയുടെ പകരക്കാരനായി രഘുവരൻ നായകനായി വ്യൂഹം എന്ന പേരിൽ ഇറങ്ങിയ ചിത്രം 99 ബോക്സ് ഓഫീസിനെ ഇളക്കിമറിച്ച ആക്ഷൻ വെടിക്കെട്ടായിരുന്നു.